കുംബ്ല ഈ സമയത്തൊക്കെ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അടിപൊളി സൈഡ് കൊടുത്താണ്. ലക്ഷ്മി പേടിയുണ്ടോ? ചെറുതായിട്ട്. ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ 271 ദിവസം നമ്മളിത് ചൈന ബോർഡറിൽ ബുംല പാസിലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ തളപ്പ്. എന്റെ പേരെങ്ങനെ? രാഹുൽ. ശരി, നമ്മൾ ചൈന ബോർഡറിലേക്കാണ് പോകുന്നത്. മാധുരി പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി. നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മള് ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ തവാങ്ങിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തവാങ്ങിൽ നമുക്ക് മെയിനായിട്ട് 2 സ്ഥലങ്ങളാണ് ഉള്ളത്. ഒരു ബുംല പാസ്, പിന്നെ ലേക്കിന്റെ പേരെന്നായിരുന്നു? മാധുരി ലേക്ക്. അതൊരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ ലേക്കിന് ആ പേര് വന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ഹിച്ചൈക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു പ്രത്യേക പാസ് വേണം. അത് ഓഫ്ലൈനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. തവാങ് DC ഓഫീസിൽ നിന്ന് കിട്ടത്തുള്ളൂ. നമ്മുടെ അരുണാചലിൽ വരാനുള്ള ഇന്നർ ലൈൻ പെർമിറ്റ് കൂടാതെ വേറൊരു പെർമിറ്റ് കൂടെ വേണം ബുംല പാസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ DC ഓഫീസിൽ ചെന്ന് സംസാരിച്ചു. പക്ഷേ അവർ നമുക്ക് പാസ് തന്നില്ല, ഹിച്ചൈക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം അങ്ങോട്ട് ബുക്ക് ചെയ്ത വണ്ടികൾ, ടാക്സികൾ, പിന്നെ ബൈക്ക്, അത് മാത്രമേ പോകത്തുള്ളൂ. അതും വേറെ സ്റ്റേറ്റിൽ ഓൺ കാറുകൾ പോലും പോകത്തില്ല. ബൈക്കാണെങ്കിൽ ഓൺ ബൈക്ക് പോവാം, പക്ഷേ കാറുകൾ പോലും കടത്തി വിടില്ല. അപ്പോൾ നമുക്ക് പാസ് തന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തു, എന്നിട്ട് തന്നില്ല. എന്നിട്ട് പിന്നെ ഒരു രക്ഷയില്ലാതെ അപ്പോൾ നമ്മളിവിടെ വരെ എത്തിയതല്ലേ എന്ന് ഓർത്ത് നമ്മൾ ഒരു ബൈക്ക് റെൻറ്റിനെടുത്ത് വിടുന്നു. ഇവിടെ 2 ബൈക്ക് റെൻറ്റൽസ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഇത് 1500 രൂപകളായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കണ്ട എന്ന് ഓർത്താണ്. ആദ്യമായിട്ടാണ് ട്രിപ്പിൻ്റെ അകത്ത് ഇത്രയും ചിലവാക്കുന്നത്. പക്ഷേ ഇവിടെ വരെ വന്നിട്ട് ഓൾറെഡി 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ഇവിടെ തവാങ്ങിൽ ഞങ്ങൾ നിന്ന സ്ഥലത്ത് വരെ ചെറിയ മഞ്ഞ് പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ആലിപ്പഴങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ബുംല പാസിലൊക്കെ നല്ല സ്നോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ റെൻറ്റിനെടുത്തു. പിന്നെ പാസ് എടുത്തു. പാസിൻ്റെ കുറച്ച് ടെസ്റ്റ് ഉണ്ട്. DC ഓഫീസിൽ നിന്ന് പെർമിഷൻ വേണം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്, അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് രാവിലെയാണ് നമുക്ക് ആ പേപ്പർ കിട്ടത്തുള്ളൂ. ഇപ്പോൾ പേപ്പർ ഇതേ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോണ വഴിക്ക് കാണാം. അപ്പോൾ ഇനി തവാങ് സിറ്റിയിൽ നിന്ന് 30 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് 9:15 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം. ഇപ്പോൾ സംസാരിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ആദ്യത്തെ ബൈക്ക് റൈഡാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഷെയർ ചെയ്യുക വീഡിയോസൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കാരണം ഞങ്ങൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ വഴിയെ കാണാൻ ചെയ്തിട്ടുണ്ടല്ലേ. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് തവാങ് സിറ്റിയുടെ ഒരു രക്ഷയില്ല. ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്. മഴ പെയ്യുന്നു തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ബുംല പാസിലൊക്കെ നല്ല തണുപ്പാണ്, -, ഡിഗ്രീസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ബാക്കി കാഴ്ചകൾ അവിടെ ചെന്ന് കാണാം. നമുക്ക് കോടമഞ്ഞൊക്കെ ഇറങ്ങി വരുന്നത് കാണാം. ഭയങ്കര തണുപ്പുണ്ട്. 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ഇതുണ്ടല്ലേ, നല്ല കോടമഞ്ഞ് മുകളിൽ കാണാം. ഇന്ന് മഴയുണ്ടെന്ന് തോന്നുന്നു, മഴക്കാറും ഉണ്ട്. ബുംല എത്താം നമുക്ക്. അത് കഴിഞ്ഞ് നോക്കാം നമുക്ക് എങ്ങനെയാന്ന്. ഞങ്ങളിവിടെ പാസ് കാണിക്കാൻ നിൽക്കുകയാണ്. 26 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പാസ് ഇവിടെ കാണിച്ച് നമുക്കൊരു 40 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. ഇനി ആ നമ്പറാണ് എല്ലായിടത്തും കാണിക്കണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് പോവാണ്. ഇതേ ബുംല 26 കിലോമീറ്റർ ആണല്ലോ ബുംലയ്ക്ക്. അപ്പോൾ വഴി ഭയങ്കര മോശമാണ് എന്നാണ് അവർ പറഞ്ഞത്. ഒരാളാണ് സാധാരണ ബൈക്കിൽ പോകാറുള്ളൂ, നിങ്ങൾ 2 പേരുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ വഴി മോശമാണെങ്കിൽ തിരിച്ച് പോരെ, റിസ്ക് എടുക്കണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് സാറുമാർ. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി 26 കിലോമീറ്റർ ആണുള്ളത്. നമുക്ക് വഴിയെ നോക്കാം. വഴിയിൽ 2 സൈഡിലും നമുക്ക് സ്നോയൊക്കെ വീണ് കിടക്കുന്നത് കാണാം. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നോഫാൾ ഉണ്ട്. ഇതുകൊണ്ടല്ലേ പോണ വഴിക്ക് മലകളിലെല്ലാം സ്നോ നമുക്ക് കാണാൻ സാധിക്കും. വഴി ഭയങ്കര മോശമാണെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. റിസ്ക് എടുക്കാനുള്ള എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതാണ് വഴി. ഉണ്ടല്ലേ, 2 സൈഡ് സ്നോഫാളാണ്. അപ്പോൾ ഇനി മുകളിലേക്കൊക്കെ അറിയില്ല എങ്ങനെയാന്ന്. അവർ റിസ്ക് ചെയ്യാന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ലക്ഷ്മി പേടിയുണ്ടോ? ചെറുതായിട്ട്. നോക്കാതെ ഞാൻ പയ്യെ പോവാം. സ്നോയുടെ ഇടയ്ക്കൂടെയാണ് നമ്മൾ പോകുന്നത്. റോഡിൻ്റെ 2 സൈഡിലും സ്നോയാണ്. അപ്പോൾ ഇതൊരു റിസ്ക്കിയാണ്, പക്ഷെ ഭയങ്കര രസമാണ്.
തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഒരു നല്ല ലുക്ക് കണ്ടില്ലേ, മരത്തിലൊക്കെ ഐസാ. പിന്നെ ഐസാണ്. രണ്ട് സൈഡിലും മഞ്ഞാണ്. വണ്ടി, വലിയ വണ്ടിയൊക്കെ ചെയിനിട്ടാണ് പോകുന്നത്. ഭയങ്കര റിസ്ക്കിയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാൻ പോകുന്ന വഴിക്കൊക്കെ ഇതുണ്ടല്ലേ, ഫുള്ള് സ്നോ ആണ്. രണ്ട് സൈഡിലും നല്ല തണുപ്പുണ്ട്. മുമ്പിൽ വരെ എത്താൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ദേ നമ്മൾ ഒരു 1/4 മണിക്കൂർ ഡ്രൈവ് ചെയ്തത് ഒരു ലേക്കിലെത്തി. എന്നാൽ PLO ലോ ലേക്ക്, പിക്സോ ലേക്ക്, അങ്ങനെ എന്തോ ആണ് ലേക്കിൻ്റെ പേര്. ഇതുണ്ടല്ലേ, ഇതോ അവിടെയാണ് ലേക്ക്. ഫ്രോസനായി കിടക്കുകയാണ് ലേക്കൊക്കെ. അപ്പോൾ അങ്ങോട്ട് നടന്ന് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാം സ്നോ ആണ്. നമുക്ക് ഏതായാലും അങ്ങോട്ട് നടന്ന് എത്തിപ്പെടാൻ പറ്റത്തില്ല. സ്നോയിൽ കൂടെ നടന്ന്, ഇത് പുതിയ സ്നോ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള ഷൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി നിങ്ങളെന്ന് കാണിച്ച് പോകാൻ ഓർത്തിരിക്കുകയാണ്. ഇനിയുണ്ട്, ഇത് ജസ്റ്റ് തവാങ്ങിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറമാണ്. തവാങ്ങിൽ നിന്ന് ജസ്റ്റ് 10 കിലോമീറ്റർ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച. ഇനി 20 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് എത്താൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കാരണം ഈ സ്നോ ഒക്കെ കാരണം ഭയങ്കരമായിട്ട് സ്ലൈഡ് ആവുകയാണ്. അപ്പോൾ വലിയ വണ്ടിയൊക്കെ ചെയിൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെയിനൊന്നുമില്ല. നമ്മൾ നോക്കുക എവിടം വരെ പോകാൻ പറ്റുമെന്ന്. ബുംല വരെ എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരും, റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ ദേ ഇതാണ് ഇവിടുത്തെ കാഴ്ച. എന്നാ രസമല്ലേ. അയ്യോ ഭയങ്കര തണുപ്പുണ്ട്. കൈയൊക്കെ ദേ വരച്ചു. ഒരു ചെറിയ ഗ്ലൗസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഒന്നും വർക്കിംഗ് അല്ല അധികം. നമുക്ക് മൂവിയാ. കൈ എൻ്റെ മരച്ചു. അയ്യോ കൈയൊക്കെ മരച്ച്. ഇതാണ് ലേക്ക്. ഓ എൻ്റെ ഇപ്പുറത്തേക്കായിരുന്നു എൻ്റെ ലുക്ക്. അയ്യോ നമ്മൾ അവിടെ വെച്ച് കാണിച്ചല്ലായിരുന്നു. ഇതാണ് ലേക്ക്. ഓ മൈ ഗോഡ്, നൈസ്. ചെറിയ വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പോകാൻ പറ്റുമായിരിക്കും, നമുക്ക് നോക്കാം. PTSO 13,000 ഫീറ്റ്സ്. ഇതാണ് ലേക്കിൻ്റെ പേരും. PTSO ലേക്ക് 13,000 ഫീറ്റ്സ് എബോവ് സീ ലെവൽ. അപ്പോൾ ഇതേ ആർമി വണ്ടികളൊക്കെ വരുവാണ്. ഇതിലൊക്കെ ചെയിൻ ഇട്ടാണ് നമുക്ക് കാണാം. ചെയിൻ ഇട്ടാണ് ഇവർ റോഡിൽ കൂടെ പോകുന്നത്. സൈഡ് കൊടുത്താണ്. അതിൻ്റെ അപ്പുറം നമ്മളിഞ്ഞ് പോയി കഴിഞ്ഞാൽ റിസ്കി ആവും. അതുകൊണ്ട് സൈഡ് കൊടുത്താണ്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ ഒരു Y ജംഗ്ഷനിലെത്തി. ഇതാണ് ഇവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട്, ആർമിയുടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് മാധുരിയിലേക്കും റൈറ്റ് ബുംലയും. ബുംലയ്ക്കാണ് പോകുന്നത്. വഴി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇനി ഇവിടുന്ന്. അങ്ങനെ ബുംലയ്ക്കുള്ള വഴി കയറി ഇനി 15ഓളം കിലോമീറ്ററുകളാണ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 15ഓ 14 കാണും. നമുക്ക് നോക്കാം വഴി എങ്ങനെയൊക്കെയാണെന്നുള്ളത്. മഞ്ഞൊക്കെ ഇവിടെയൊക്കെ നല്ല സ്നോ കിടപ്പുണ്ട് റോഡിലൊക്കെ. വണ്ടി ഒരുപാട് പാടാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പോവും. നമുക്ക് നോക്കാം. വഴിയിൽ ആൾക്കാർ മാറ്റുന്നുണ്ട് സ്നോയൊക്കെ. ഇതുകൊണ്ട് അവിടെ ഫ്രോസൺ ലേക്ക് കാണാം നമുക്ക്. ഇവിടെ ഫുൾ ആർമി ക്യാമ്പുകളാണ്. ഇതെല്ലാം ചൈന ബോർഡർ ആയതുകൊണ്ട് തന്നെ ആർമി പോസ്റ്റുകളും ആർമിക്കാരുമാണ് മൊത്തം. ഇവരെങ്ങനെയല്ലേ ഇവിടെ താമസിക്കുന്നത്? എൻ്റെ പൊന്നെ, എന്നെ തണുപ്പാ. ഇവരുടെ അടുത്ത് പഞ്ചറാന്ന് പറ. इसका गाड़ी पंचर है. नहीं है, पंचर नहीं है. अच्छा, ഇവിടെ കൂടെ ഒരു റിപ്പോർട്ടിംഗ് സ്ഥലമാണ്. ഇവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. സോറി. രണ്ടാമത്തെ റിപ്പോർട്ടിംഗ് സ്ഥലത്താണ്. പേപ്പറൊക്കെ കാണിച്ചു. നമ്മളങ്ങനെ പോവാണ്. വെയിലൊക്കെ ഉണ്ട്, സമാധാനമായി. സ്നോഫാൾ വേണ്ട. സ്നോഫാൾ ഉണ്ടെങ്കിൽ വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല. വെയിൽ മതി. ആർമിക്കാരുടെ മാർച്ച് പാസ്റ്റൊക്കെ നടക്കുന്നു. ഇവിടെ ചെയിനിടാതെ കാറുകളെ വിടുന്നില്ല എന്ന് തോന്നുന്നു. പിടിച്ചു നിർത്തിയേക്കാണ്. നമ്മളോട് ഏതായാലും പൊക്കോളാൻ പറഞ്ഞു. ठीक है, ഓക്കെ. അപ്പോൾ പയ്യെ പോകണമെന്ന് നമ്മൾ വാണിങ് തന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത്. ഇവിടെ ഫുള്ള് സ്നോ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മളിനി സൂക്ഷിച്ചേ പോകത്തുള്ളൂ. ഇനി അയ്യോ അതെ ഫ്രോസൺ ആയിട്ടിരിക്കുന്നു.
അങ്ങനെ ബുംല പാസിന് ഇനി 3 കിലോമീറ്ററോടെ ഉള്ളൂ. വഴിയൊന്നും കുഴപ്പമില്ല ഏതായാലും ഇതുവരെ. അപ്പോൾ നമ്മൾ ബുംല വരെ എത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കേട്ടോ, 2 സൈഡ് സ്നോയാണ്. ആർമി ക്യാമ്പുകളൊക്കെയാണ്. അതൊക്കെ മൗണ്ടൻസ് ഒക്കെ അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ റോഡ് ക്ലിയർ ആക്കിയതാട്ടോ. അതാണ് ഇങ്ങനെ സൈഡിലേക്ക് ഇരിക്കുന്നത്. ഇതെല്ലാം ഐസെല്ലാം റോഡ് ക്ലിയർ ആക്കിയതാണ്. 1 കിലോമീറ്ററോടെ ഉള്ളൂ ബുംലയ്ക്ക്. ബുംലയിൽ എത്തിച്ചേരാറായി. അന്നേരത്തേക്കും മൗണ്ടനൊക്കെ സ്നോ ആയി. ഒരു രക്ഷയില്ല കേട്ടോ. സ്കൈയൊക്കെ നോക്കിയേ, മൗണ്ടനും സ്കൈ. നമ്മൾ പണ്ട് സാൻസ്ക്രിറ്റ് കണ്ട അതേ ലുക്ക്. ഒരു രക്ഷയില്ല. അങ്ങനെ ഫൈനലി നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ സ്ഥലം കിട്ടത്തില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ബുംലയിലെത്തി. ഇനി ഇവിടുത്തെ കാഴ്ച നമുക്ക് കാണാം. 15,200 ഫീറ്റ്സിന് അപ്പോൾ ഉള്ള ബുംല പാസിലാണ് നമ്മളിപ്പോൾ. നല്ല തിരക്കുണ്ട് ഇന്ന്, ഫ്രൈഡേ ആയിട്ട് കൂടി. അപ്പോൾ എൻട്രി പോയിൻ്റ് ഇവിടെയാണ്. ഇതോടെയാണ് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ എൻട്രിക്ക് ശേഷം കാണാൻ. ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വെച്ചിരിക്കുന്നു. നമ്മൾ ബുംല പാസിലെത്തി. അതാണ് ബോർഡർ. പക്ഷെ അവിടെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഇവിടെ നമുക്ക് ഫോട്ടോ എല്ലാം എടുക്കാം. അപ്പൊ അങ്ങോട്ട് നമ്മളെല്ലാം കൊണ്ടുപോയി കഥയൊക്കെ പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല. ബോർഡറിൽ മീറ്റിംഗ്സ് നടത്തും. ആ ബ്ലൂ ടെന്റ് ഉള്ള സ്ഥലത്ത് മീറ്റിംഗ് നടക്കും. ചൈനയിൽ 4 പ്രാവശ്യം, ഇവിടെ 5 പ്രാവശ്യം. ഇന്ത്യയിൽ 5 പ്രാവശ്യം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡ് ഉള്ളൂ. ബാക്കി നിങ്ങൾ വന്ന് കാണുക. പാസ് വേണം ഇവിടെ. പാസ് ഇല്ലാതെ പാസ് എടുത്ത് നമുക്ക് നടന്നോ അല്ലെങ്കിൽ ലിഫ്റ്റ് എടുത്ത് വരാന്ന്. പക്ഷെ വരത്തില്ല, വണ്ടി ഇല്ലാതെ പേപ്പർ വേണം, വണ്ടിയും വേണം. അപ്പൊ അങ്ങനെ നമ്മൾ ബുംലയിലാണ്. ഇവിടെ ഫുള്ള് സ്നോ ആണ്, നല്ല തണുപ്പുണ്ട്. അപ്പൊ നമുക്ക് അവിടേക്ക് നടന്ന് കയറി നോക്കാം. തെന്നുന്നുണ്ട്. ഫുള്ള് ഐസാണ്. അങ്ങനെ നമ്മൾ ബുംലയിലെത്തി. നമ്മളെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ ആദ്യമായിട്ട് ബൈക്ക് റൈഡ് നടത്തി നമ്മൾ ബുംലയിലെത്തി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇതുപോലെയുള്ള വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തി. അപ്പൊ വീഡിയോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ ബുംല ഇന്ത്യ. നമ്മൾ അവസാനം ഒരു വൈ ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത തവാങ്, റൈറ്റ് എടുത്ത നമ്മുടെ സൻഗേ സ്റ്റാർ ലേക്ക്. 13 കിലോമീറ്റർ സൻഗേ സ്റ്റാർ ലേക്ക്. അതാണ് നമ്മുടെ ഈ മാതിരി ലേക്ക് എന്നറിയപ്പെടുന്ന സൻഗേ സ്റ്റാർ ലേക്ക്. നമ്മൾ അങ്ങോട്ട് ഏതായാലും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വെയിലുണ്ട്. അപ്പോൾ 12:30 കൂടെ ആയിട്ടുള്ളൂ. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്ന വഴിക്ക്. അതുകൊണ്ട് നമ്മൾ ഏതായാലും അവിടെ കൂടെ കവർ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും. നമ്മളിപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്താണ്. ഈ കഫേ, ഇവിടെ തന്നെ ഒരു കഫേ ഉണ്ട്. ഇത് ആർമിക്കാർ നടത്തുന്ന കഫേയാണിത്. അപ്പോൾ നല്ല രസമാണ്, നല്ല ക്ലൈമറ്റ്. ഏതായാലും ഇന്നലെ വന്നിറങ്ങി പെട്ടുപോയി. ഇന്നലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്നോഫാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് റൈഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. സ്നോയും ഉണ്ട് ഇന്ന്, നല്ല സണ്ണി ക്ലൈമറ്റുമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മുടെ സൻഗേ സ്റ്റാർ ലേക്കിലേക്ക് 13 കിലോമീറ്റർ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇപ്പോൾ ഏതായാലും നല്ല സണ്ണി ആയിരുന്നു. അതുകൊണ്ട് റോഡൊക്കെ ഓക്കെ ആയി കാണും. നമുക്ക് നോക്കാം. ഐ ലവ് വൈ ജംഗ്ഷൻ ഉള്ളല്ലോ. ഇത് അവിടത്തേക്കാളും സ്നോ ഉണ്ടല്ലോ ഇവിടെ ഈ സൈഡിൽ. പക്ഷേ റോഡൊക്കെ ക്ലിയറായി. കാരണം മറ്റേ നമ്മുടെ സൺലൈറ്റൊക്കെ വന്ന് ഒന്ന് ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളേതായാലും സൺലൈറ്റ് പോകാനും തുടങ്ങി. ഉച്ചയായല്ലോ. ഇവിടെ ഒരു 1:30-2 മണിയാകുമ്പോൾ വീണ്ടും ക്ലൈമറ്റ് ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് പോയിട്ട് വരണം എന്നുള്ള പ്ലാനിലാണ്. ഇതുണ്ട്, നമ്മൾ വന്ന വഴിക്ക് ഒരു ഫ്രോസൺ ആയിട്ടുള്ള ലേക്ക് ഉണ്ട്. ഇത് ലേക്കാണോന്ന് അറിയത്തില്ല, ഫ്രോസൺ ആയി കിടക്കുകയാണ്. ലേക്കാണ്. ദിസ് ഈസ് ദ സീക്രട്ട് ലേക്ക് ഓഫ് മഞ്ജുശ്രീ. ലെറ്റ് us maintain in the sanctity by keeping the lake and surrounding clean. ഇത് സീക്രട്ട് ലേക്ക് ഓഫ് മഞ്ജുശ്രീ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. കണ്ടില്ലേ? നല്ല ഫ്രോസൺ ആയി കിടക്കുന്ന ലേക്ക്. അടിപൊളി. അപ്പോൾ ഏതായാലും നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ
ആ നല്ല രസമുണ്ട്. ആ സൺലൈറ്റ് കൂടെ വന്നപ്പോഴേക്കും ആ സണ്ണൊക്കെ സ്നോയൊക്കെ എടുത്ത് കാണുക, തിളങ്ങണു. നമുക്ക് ഇനി മുമ്പോട്ട് പോവാം. ഇവിടെ ചായ കൊടുക്കുന്നുണ്ടോ ഹോട്ടലക്കാർ? ആണോ? ആ ഇറങ്ങി. നമുക്ക് ഇവിടുന്ന് ചായ പിടിച്ചിട്ട് പോവാം. ഓ റൈഡേഴ്സ്, വേറെ കുറേ റൈഡേഴ്സ് ഉണ്ട്. ഇത് ആസാമിൽ നിന്ന് വന്നവരാണ്, ആസാം രജിസ്ട്രേഷൻ വണ്ടിയാണിത്. അപ്പം നമുക്ക് ഏതായാലും ചായ കുടിച്ചിട്ട് അത് ഇതാണ് ഗുരുദ്വാര ഇവിടുത്തെ. ഓ മുകളിലാ. അങ്ങ് മുകളിലാണ്. ഒരു 10-20 മിനിറ്റ് എടുക്കും അവിടെ വരെ ചെല്ലാം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഏതായാലും അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ലേക്കിൽ പോയിട്ട് തിരിച്ചു വരാം ഏതായാലും. ശരി. ഞാൻ തൊടുപുഴ. എവിടെയാ? കോട്ടയോ? അടിപൊളി. പുതുപ്പള്ളിയില്. ഞങ്ങള് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിലാണ്. നടന്നും ലിഫ്റ്റുമാണ് പരിപാടി. പക്ഷെ ഇവിടെ വന്നപ്പോ കയറ്റി വിടില്ലാന്ന് പറഞ്ഞു. വണ്ടിയില്ലാതെ പാസിന് വേണ്ടി ചെന്നായിരുന്നു. കാരണം ലിഫ്റ്റ് ചോദിക്കാന്ന് ഓർത്ത്. കാരണം ടൂറിസ്റ്റ് പോകാറുണ്ടല്ലോ, തരൂല. ഞങ്ങൾ ഒരു ദിവസം ഫുള്ള് നടന്നു. ഇവിടുന്ന് റെന്റ് എടുത്തു. പിന്നെ ഇവിടെ വരെ വന്ന അതും പറഞ്ഞു. പക്ഷെ ടൂറിസ്റ്റുകൾ പോകുമല്ലോ, അപ്പൊ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറി പോവാ എന്നുള്ളൊരു ഐഡിയ. നമ്മള് ഒരു മലയാളി സാറിനെയും കണ്ട് ഗുരുദ്വാരയിൽ നിന്ന് നമ്മള് പോണ മുകളിൽ സമയം അങ്ങ് കുറെ പോകണം. അതൊരു 10-20 മിനിറ്റ് എടുക്കും. പക്ഷെ സമയം എടുക്കും. നമ്മള് അവിടെ നിന്ന് ലേക്കിൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് ഓർത്തിരിക്കുക ടൈം ഉണ്ടെങ്കിൽ. കാരണം ക്ലൈമറ്റ് ഇഷ്യൂ വന്നാൽ തിരിച്ചിറങ്ങൽ ഭയങ്കര പാടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്നോ ആവും. അപ്പോൾ ബൈക്കിൽ ചേട്ടാ അപ്പോൾ അതേ നമ്മൾ അവരുടെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മൾ ലേക്കിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുവാണെങ്കിൽ ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമ്മൾ ലേക്കിൽ എത്തേണ്ടതാണ്. നമുക്ക് നോക്കാം. വെയിൽ പോയി, സൂര്യനൊക്കെ പോയി തുടങ്ങി. ഇവിടെ തണുപ്പാവാൻ തുടങ്ങി ചെറുതായിട്ട്. നമ്മൾ ഏതായാലും ലേക്കിൽ എത്തിയിട്ടില്ല. ഇനി കുറച്ചുകൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനി അവിടെയൊക്കെ ഫോട്ടോ പോയിന്റ് ഉണ്ട്. നമ്മൾ ഏതായാലും നിർത്തി കൊടുക്കാം. ഇവർ പോയി കഴിഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ ഭയങ്കര പാടാവും. യാക്ക് ഓ വലിയ യാക്ക് ആണോ ഒന്ന്? അയ്യോ ഇതെന്നെ മുഴുത്ത യാക്കാ. അയ്യോ മുഴുത്തൊരു യാക്ക്. ഉള്ളി പോയില്ലായിരുന്നു, ശരിക്കും കാണിച്ചു തരാറുണ്ട് അവിടെ വരെ. അയ്യോ ഇത് ഇത്ര സീനാണല്ലോ. പോവില്ലേ? सर उस तरफ ऐसे और दिक्कत है जाने के लिए? 2 व्हीलर जा सकता है, कोई प्रॉब्लम। अच्छा आराम से लेके जाना। ठीक है മാന്നാ കുറച്ച് പോയി നോക്കാം. പോവാന്ന് പറഞ്ഞേ. ഇല്ല പോവാന്നേ, കുറച്ച് പോയി നോക്കാം. നമുക്ക് നോക്കാം. ഇവിടെ വരെ ഉള്ളൂ ഈ പ്രശ്നം, ഇവിടെ വരെ ഉള്ളത്.
സ്ലിപ്പാവുന്നുണ്ട്. സീനാണോ? ആ ഇവിടെ നോക്കാം, അത്രയും പ്രശ്നമില്ല. എൻ്റെ അടുത്ത് वंडी नंबर जनरल बाइक है. कोई नहीं ऐसा कुछ. सर इधर से कितना दूर है लेक? 2 मिनट. 2 मिनट ठीक है. താങ്ക് യു. അങ്ങനെ നമ്മൾ 2 മിനിറ്റേ ഉള്ളൂ. നമുക്ക് സംശയം ഉണ്ടായിരുന്നു ലേക്ക് ഇവിടെ തന്നെ അല്ലേ എന്നുള്ളത്. അപ്പോൾ 2 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ലേക്കും കൂടെ കണ്ടിട്ട് തിരിച്ചു പോകാൻ ഓർത്തിരിക്കുകയാണ്. ചെറിയ കാലാവസ്ഥയൊക്കെ മോശമായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടാ? അവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ലേക്കിലെത്തി. മാധുരി ദീക്ഷിത് എന്ന നടിയുടെ ഒരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തത് കാരണമാണ് ഈ ലേക്കിന് സങ്കസ്റ്റിന് പകരം മാധുരി ലേക്ക് എന്ന് വന്നത്. പക്ഷെ ഇവിടെയൊക്കെ സങ്കസ്റ്റ് എഴുതിയിരിക്കുന്നത്. അതെ, ലോക്കലായിട്ട് ആൾക്കാർ മാധുരി ലേക്ക് തന്നെ പറയുന്നത്. അറിയപ്പെടുന്നത് മാധുരി ലേക്ക് എന്നാണ്. നമുക്ക് അതെ ആണെങ്കിൽ അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കാം. ആയ് കാരണം ഇത്ര തണുപ്പായിട്ടും ഇത് ഫ്രോസൺ അല്ല. അത് ഇത് ചിലപ്പോൾ ഐസ് പിടിക്കാൻ വെള്ളമായിരിക്കും. കൊള്ളാം, ലേക്ക് ഏതായാലും കൊള്ളാം. അപ്പോൾ നമ്മൾ മാധുരി പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. ഈ ലേക്കിൻ്റെ ഇന്നുണ്ടല്ലേ, കൊള്ളാം. മൗണ്ടൻസ് വളഞ്ഞു നിന്ന് അതിൻ്റെ നടുക്കൊരു ലേക്ക്. ഫുള്ള് സ്ലോ ആണ്, മൗണ്ടൻസ് ഫുള്ള് അടിപൊളി. ആഹാ കൊള്ളാം. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് ഏതായാലും, കാരണം ക്ലൈമറ്റൊക്കെ പയ്യെ ചേഞ്ച് ആവുന്നുണ്ട്, പണി കിട്ടും. അതിന് മുമ്പ് ബൈക്ക് ഇറക്കണം. 1:45. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക്. ഓൾ ഇന്ത്യയുടെ 271 ദിവസമാണ് നമ്മളിപ്പോൾ തവാങ്ങിലെ മാധുരി ലേക്കിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനിയും ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ലൈഫ് ഓഫ് ബൈ ബൈ.